ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമും അതുപോലെ തന്നെ മാഷും കൂടെ വേദയുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമുക്ക് വേദയെ തിരികെ കൂട്ടിക്കൊണ്ട് വരണം. ഈ വീട്ടിലുള്ള എല്ലാവർക്കും വേദേനെ ആവശ്യമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. നീയും ശ്രീനിവാസനും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേദേനെ മനസ്സിലാക്കിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുകയാണേ. അങ്ങനെ വിക്രമും സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ പിറ്റേന്ന് വിക്രമും മാഷും കൂടെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് മാഷും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വിക്രമിനെയും മാഷിനെയും സ്വീകരിക്കുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. അങ്ങനെ അകത്തേക്ക് വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് എന്താ പ്രത്യേകിച്ച് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ വേദനെ കണ്ടെന്ന് സംസാരിക്കാൻ വന്നതാണെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ മനസ്സോടു കൂടിയാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അവസരത്തിൽ വിക്രമാണെങ്കിൽ വേദയുടെ റൂമിൽ ചെന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് വേദ വളരെ പരുഷമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്ന് തന്നെ വേദ പറയാൻ കേട്ടോ. ഈ ഒരു വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു, പക്ഷെ എന്തെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിക്രമിനെ ഉത്തരം മുട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാനാകാതെ വിതുമ്പി നിൽക്കുന്ന വിക്രമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മാഷും സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് വേദ മാഷിന് പിടികൊടുക്കണില്ലേ. മാഷ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വിഷമിച്ചതിനെ വെച്ചാൽ പലർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ തീരുമാനം എടുത്തത്. അതെല്ലാവരുടെയും നല്ലതിനും വേണ്ടി മാത്രമായിരിക്കും. അച്ഛനെ വിശ്വസിക്കണം, എന്നെ വെറുക്കരുത്, ആ ഒരു പഴയ സ്നേഹം അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മാഷ് തിരിച്ചറിയാണ് വേദയുടെ ഈ ഒരു പോക്കിന് പിന്നിൽ എന്തോ ഒരു വലിയൊരു സത്യം ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. ഇങ്ങനെ ദീപ്തിയും പറയുന്നുണ്ട്, ചേട്ടൻ എത്രമാത്രം സ്നേഹത്തോടെ ചേച്ചിയെ വിളിക്കാൻ വന്നത്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ കളിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദീപ്തിയും വേദയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് വേദയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയാൻ കേട്ടോ. അങ്ങനെ വിക്രം തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ വിളിക്കാൻ വന്നിട്ട് പിണക്കി അയച്ചിട്ട് വിക്രമിൻ്റെ കൂടെ പോകാൻ കഴിയാത്ത ആ ഒരു സങ്കടത്തിൽ നിൽക്കായിരിക്കും കേട്ടോ നമ്മുടെ വേദ. അങ്ങനെ രാത്രിയിലെല്ലാം ഉറക്കമില്ലാതെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ആണെങ്കിൽ വേദയോട് പറയുന്നുണ്ട്, അപ്പോൾ നീ വിചാരിച്ച പോലല്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഓർത്തു ഇനി തന്തപ്പടിയും മോനും കൂടെ വരുമ്പോഴത്തേക്കിനും നീ എല്ലാം മറന്നങ്ങ് പോകുമെന്ന്, അപ്പോൾ എന്നെ ഭയവും ഒക്കെ ഉണ്ട് നിനക്ക് അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേനും നിന്നെ ഭയന്നിട്ടല്ലടാ, പലരുടെയും സന്തോഷം കെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പിന്നെ കുറിച്ചു വെച്ചോ, ഇതിൻ്റെ എല്ലാം പലിശ സഹിതം ഞാൻ തിരികെ തരും എന്നൊക്കെ പറയാൻ കേട്ടോ. സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ചിട്ടായി കളിക്കുന്നതെന്ന് നീ മറക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തിട്ടുള്ളൂ. കണ്ട തെമ്മാടീനെയും തെരുവ് പട്ടീനെയൊക്കെ ഈ വീട്ടിൽ കയറ്റണ്ടെന്ന് കരുതിയിട്ട് അന്ന് മുതൽ ഞാൻ പറയുന്ന കാര്യമാണല്ലോ, അത് നീ സമ്മതിച്ചില്ല. ഇനി ഇങ്ങനെങ്കിൽ ഇങ്ങനെ, അതിനിച്ചിരി വളഞ്ഞ വഴി ഞാൻ സ്വീകരിച്ചു എന്ന് നീ അങ്ങ് കരുതിയാൽ മതി. എന്തായാലും നിന്നെയും അവനെയും ഒരുമിച്ച് പൊറപ്പിക്കാമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നോ, അതിൽ നല്ലൊരു ബന്ധം ഞാൻ നിനക്ക് കണ്ടെത്തി തരും. നിൻ്റെ സ്റ്റാറ്റസിനും നിൻ്റെ സ്റ്റാൻഡേർഡിനും നിൻ്റെ പഠിപ്പിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ യോജിച്ച ഒരുത്തനെ തന്നെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരും. ദർശനെങ്കിൽ ദർശൻ, അല്ലാത്തൊരാളാണെങ്കിൽ അല്ലാത്ത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, പണത്തിലും പ്രശസ്തിയിലും ഒന്നുമല്ല കാര്യം, മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തത്തിനാണ്. അത് എനിക്കും വിക്രമിനും വേണ്ടുവോളമുണ്ട്. ഈ ഒരു ജന്മത്തിൽ എൻ്റെ ഭർത്താവായിട്ട് വിക്രം മാത്രം മതി എനിക്ക്. നീയൊക്കെ എന്തൊക്കെ ചെയ്താലും ഇനി ഡിവോഴ്സ് ആയെങ്കിലും വിക്രം കിട്ടിയ ഈ ഒരു താലി അത് ഞാൻ അഴിച്ചു വെക്കില്ല. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മരണം വരെ ഉണ്ടായിരിക്കും. പിന്നെ ചേട്ടനുള്ള പണി പുറകെ വരണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ടോ ശ്രീകാന്തിന്. അങ്ങനെ ശ്രീകാന്താണെങ്കിൽ ഉറക്കമേ ഇല്ല ശ്രീകാന്തിന്. വേദ ഇനി എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നൊക്കെ ശ്രീകാന്തിന് നല്ല പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസിനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല പല പദ്ധതികൾ ഇവർ മെനയുന്നുണ്ട്. വിക്രമിനെ എന്തെങ്കിലും അപകടത്തിൽ പെടുത്തണം, എന്നാലേ വേദയ്ക്ക് ഒരു ഭയം ഉണ്ടാവുകയുള്ളൂ, വേദയ്ക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീനിവാസന് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് അത് അപ്പാടെ കേൾക്കാൻ കേട്ടോ, അനുസരിക്കുകയാണ്. അങ്ങനെ വർഷയുടെ അച്ഛനുമായിട്ട് കൂടി ആലോചിക്കുമ്പോൾ വർഷയുടെ അച്ഛനും പറയുന്നുണ്ട്, നമ്മളൊരു കൊട്ട് കൊടുത്താലേ നിൻ്റെ പെങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കുകയുള്ളൂ, ഇച്ചിരി തൻ്റെ ഇടമുള്ളവളാ
തൻ്റെ ഇടം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളെ അങ്ങനെ അങ്ങ് വിടരുത്, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് അവളെ കണക്കാക്കരുത്, അവൾ എന്തും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് അതിനുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും വിക്രമിനെ അപായപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വരണ വഴിയിൽ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ട് ഒരിക്കൽ ഇങ്ങനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിക്രം തലനാരിഴയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അപായപ്പെടുത്താൻ വന്നവരെ ഫോളോ ചെയ്തു പോകുന്നുണ്ടെങ്കിലും വിക്രമിന് പിടികൂടാൻ സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയി, ഇനി ഇതുപോലെ ഒരു അബദ്ധം നമുക്ക് സംഭവിക്കില്ല എന്നൊക്കെ ശ്രീകാന്തും ശ്രീനിവാസനും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ദീപ്തി വന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ഇപ്പോൾ വല്ലാത്ത ബിസിയാണല്ലോ ഏട്ടൻ ആരോടാ ഫോണിൽ സംസാരിച്ച് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, എന്തായാലും അവനിട്ടൊരു കൊട്ടു കൊടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, എന്താ കാര്യം, ആരെ തട്ടുന്ന കാര്യമാണ് പറഞ്ഞത്? അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നത്, തട്ടുന്ന കാര്യമോ? ഞാൻ ആരെ തട്ടാൻ? നിനക്ക് എന്താ പറ്റിയ? നീ നിൻ്റെ കാര്യം നോക്ക്, നീ ചൊറിയാൻ വരല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഏട്ടനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീ എന്താ പറഞ്ഞു വരുന്നത്? നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെളിച്ചു പറ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ എന്ന് പറയുമ്പോൾ ദീപ്തി പറഞ്ഞിട്ട്, എന്നാൽ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഞാൻ പറയാം. ഏട്ടൻ ഇപ്പോൾ ആരെ വിളിച്ചിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞത്? ഏട്ടൻ്റെ സംസാരം കേട്ടിട്ട് വിക്രം ചേട്ടൻ എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത്, നിനക്ക് എന്താ, നീ നിൻ്റെ കാര്യം നോക്കു പെണ്ണേ, ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്, വേറൊരു കാര്യം സംസാരിച്ചത് എന്നൊക്കെ പറയാനുട്ടോ. എന്തായാലും ഈ വിക്രം ചേട്ടൻ്റെയും വേദേച്ചിയുടെയും കാര്യത്തിൽ ഏട്ടൻ്റെ കൈകടത്തലുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവർ പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരാ, അവരെ പിരിക്കാൻ ഏട്ടൻ നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം പെങ്ങളല്ലേ ഏട്ടൻ്റെ, ആ ഒരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേനും, എൻ്റെ പെങ്ങൾ തന്നെയാണ്, പക്ഷേ എന്ന് അവനെ കിട്ടിയോ അതോടെ എൻ്റെ പെങ്ങളുടെ ആ ഒരു സ്ഥാനത്തിൽ നിന്ന് ഞാൻ അവളെ ഒഴിവാക്കിയതാണ്. ഞാൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ വിക്രമമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കഴിവിനും അല്ലെങ്കിൽ അവൾക്ക് ചേരുന്ന ഒരുത്തനെയല്ല, ചേരിയിൽ കിടന്നവനെ എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അതന്നൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി, ചേച്ചി പോയി പ്രണയിച്ചതോ വിവാഹം കഴിച്ചതോ ഒന്നും അല്ലല്ലോ, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ചേച്ചി അതിനോടങ്ങ് അഡ്ജസ്റ്റായിട്ട് ജീവിക്കുക, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേച്ചി ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞിട്ട്, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, എന്ത് ഹാപ്പി? ഈ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷക്കാലാകാറായില്ലേ, ഇതിനിടയ്ക്ക് എത്ര പോലീസ് കേസുകൾ, എത്ര അവ എത്ര പ്രാവശ്യം ജയിലിൽ കടന്നു, പോരാത്തതിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? തൊലി ഇരിഞ്ഞു പോകുമല്ലേ, ഈ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനം എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ ഈ 1 വർഷക്കാലം കൊണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ദീപ്തി പറഞ്ഞിട്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വേദയേച്ചിയുടെയും വിക്രം ചേട്ടൻ്റെയും കാര്യത്തിൽ ഏട്ടൻ്റെ എന്തെങ്കിലും കൈകടത്തിലുണ്ടെങ്കിൽ അത് ഞാൻ അച്ഛനെ അറിയിച്ചിരിക്കും. ഏട്ടൻ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചു എന്നറിഞ്ഞാൽ അതിൽ ഞാൻ പ്രതികരിച്ചിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. വേദേച്ചി എങ്ങനെയാണ് ഇങ്ങനെ സൈലൻ്റായി പോയെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ വേദേച്ചിയോട് കുറേ പ്രാവശ്യം ചോദിച്ചു, പക്ഷേ വേദേച്ചി ഒന്നും വിട്ടു പറയുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഏകദേശം എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടൻ മര്യാദയ്ക്ക് നിന്നാൽ ഏട്ടന് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കും. അച്ഛനെ ഏട്ടൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഏട്ടൻ്റെ സൈഡാക്കി വെച്ചിരിക്കുകയാണ്, അതൊറ്റ നിമിഷം കൊണ്ട് ഞാൻ തകർത്ത് കളയും. അതുകൊണ്ട് ഏട്ടൻ കളിക്കുന്നത് സൂക്ഷിച്ച് കളിച്ചു വേണം എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ എന്നേക്കാൾ മിടുകിയ വേദേച്ചി ഇപ്പം ഇങ്ങനെ പമ്മിയിരുന്നാലും വേദേച്ചി ഒരു വരവിങ്ങി വരും, അത് ഏട്ടനെ താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ദീപ്തി പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് നല്ല പേടിയുണ്ട്. അങ്ങനെ ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട്, ദീപ്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വർഷയും പറയുന്നുണ്ട്, അവൾ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല, വേദന നമുക്കങ്ങനെ നിസ്സാരമാക്കി കളയാൻ കഴിയില്ല. ഏട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരികയൊക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലും അവൾ മുൻപിൽ കാണാതെ അതൊന്നും ചെയ്യില്ല. അങ്ങനെ വിക്രമനെ വിട്ടുകളയാൻ അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു വലിയ പണി വരാനിരിക്കുക. അതുകൊണ്ട് ദീപ്തി പറഞ്ഞില്ലേ, ചേട്ടനൊന്ന് കരുതിയിരുന്നു, അച്ഛൻ്റെ ചെവിയിലെങ്ങാനും ഇക്കാര്യങ്ങളൊക്കെ എത്തിയാൽ പിന്നെ തീർന്നു എന്ന് കൂട്ടിയാൽ മതി, നമ്മളെ അടിച്ചിറക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് നല്ല ഭയമുണ്ടേ.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ എല്ലാ സത്യങ്ങളും അറിയുകയാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും വേദേനെയും അതുപോലെ നമ്മുടെ വിക്രമിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ച് വേദയുടെ കൈ പിടിച്ച് വിക്രമിനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിൻ്റെ അച്ഛനുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾക്കും എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ മകളെ നീ കൂട്ടിക്കൊണ്ടുപോയിക്കോ. ഞാൻ മനസ്സറിഞ്ഞ് പറയാണ്, നിങ്ങൾ അനുഗ്രഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദീപ്തിക്ക് ഉള്ള ആ ഒരു ഓഹരി കൊടുത്തതിന് ശേഷമുള്ള മുഴുവൻ ഓഹരിയും, അതായത് ശങ്കരനാരായണൻ്റെ പേരിലുള്ള ഓഹരികൾ വരെ വിക്രമിൻ്റെയും വേദയുടെയും പേരിലേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ആ ഒരു പത്രം കയ്യിൽ കൊടുക്കുമ്പോൾ വിക്രം ആദ്യം അത് മേടിക്കാൻ വിസമ്മതിക്കുകയാണ്. പക്ഷെ ശങ്കരനാരായണത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വേദ അത് വാങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ശ്രീകാന്ത് ആകെ ഭയന്ന് പോവുകയാണ്. പെട്ടെന്ന് വർഷ ചോദിക്കുന്നത്, എന്താ പറ്റിയ, എന്താ ആകെ വിയർത്തിരിക്കുന്നില്ല, വല്ല സ്വപ്നവും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ കുറച്ചെങ്കിൽ വെള്ളം ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കുടിക്കാൻ കേട്ടോ. അങ്ങനെ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് തന്നെ ഓർത്തുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് തോന്നിയതാവും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ഛനെ നിങ്ങളുടെ കൈമാട്ടിൽ വെച്ചോണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ശ്രീകാന്ത് ആകെ ഭയന്നിരിക്കുകയാണ്. അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസനോട് പറയുന്നുണ്ട്, വിക്രമിനെ തട്ടാനുള്ള പ്ലാനിങ് നമുക്കങ്ങ് മാറ്റി വെച്ചാലോ, കാരണം എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴവ് സംഭവിച്ചാൽ പിന്നെ വേദ അടങ്ങിയിരിക്കില്ല. അവൾ എൻ്റെ സ്വത്തുക്കളിലും കൂടെ കൈയിട്ട് വാരും. അവൾക്ക് അച്ഛൻ എല്ലാം അവൾക്ക് തന്നെ എഴുതി കൊടുക്കും. അവൾ വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷേ അച്ഛൻ ഇതെങ്ങാനും മറഞ്ഞിട്ടുണ്ട്, എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും, ഒരു നയ പൈസ എനിക്ക് തരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പേടിച്ച് ശ്രീകാന്ത് നിൽക്കുമ്പോൾ ശ്രീകാര്യയും ശ്രീനിവാസും പറയുന്നുണ്ട്, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ അതിന് നാലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ ഇപ്പം അതൊന്നും ഓർക്കണ്ട, സ്വത്തുക്കൾ നിനക്ക് തന്നെ കിട്ടിയിരിക്കും, അതിൽ നീ ഒരു ഭയവും വെക്കണ്ട, നീ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വേദയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നുമൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് നമ്മുടെ ശങ്കരനാരായണൻ ഈ സത്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാണ് കേട്ടോ. അങ്ങനെ വിക്രത്തിനെ ചേർത്ത് പിടിക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വിക്രത്തിനെ ചേർത്ത് പിടിക്കുമ്പോൾ ശ്രീകാന്തിനെ അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ചെയ്ത എല്ലാ തെമ്മാടിത്തരങ്ങളും ദീപ്തി വിളിച്ചെത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശങ്കരനാരായണന് വിക്രത്തിനോട് ഒരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ വിക്രത്തിനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ മകളെ കൈപിടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദയാണെങ്കിൽ ഗർഭിണിയാവുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ വേദയ്ക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ഇവർ സെപ്പറേറ്റഡ് ആയിരിക്കും കേട്ടോ. ഇവർ സെപ്പറേറ്റഡ് ആയിരിക്കും. അങ്ങനെ വിക്രം തൻ്റെ കുഞ്ഞാണിതെന്ന് അറിയുക പോലും ഇല്ലായിരിക്കും കേട്ടോ. അങ്ങനെ ആ കുഞ്ഞുമായിട്ട് വിക്രം അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാന സമയത്തായിരിക്കും ഇത് തൻ്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ വേദ വലിയൊരു വക്കീലൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവർ സെപ്പറേറ്റഡ് ആയിരിക്കും. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ശ്രീകാന്ത് വിക്രത്തിനെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴായിരിക്കും വേദ വന്ന് രക്ഷപ്പെടുത്തുന്നതൊക്കെ. അങ്ങനെ വീണ്ടും ഇവർ ഒരുമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും ഇനി കഥകളൊക്കെ മുൻപോട്ട് പോകുന്നത്. എന്തായാലും വളരെ രസകരമായ സ്റ്റോറിയൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.